ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മമ്മാൻ്റെ വീട്ടിൽ നിന്ന് കുരുമുളക് പറിക്കലാണ് കേട്ടോ ഞങ്ങളുടെ ഹോബി. ഇപ്രാവശ്യം കുരുമുളക് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറേ തപ്പിയിട്ടാണ് വലിച്ച് തപ്പി ലാസ്റ്റ് 2 ബക്കറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയത്. എല്ലാ പ്രാവശ്യവും അതിൽ കൂടുതലും കിട്ടും, ഇപ്രാവശ്യം 2 ബക്കറ്റാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കുരുമുളകൊക്കെ ഞങ്ങളുടെ വലിക്കൽ മുകളിലത്തെ എൻ്റെ സിസ്റ്ററും താഴത്തെ ഞാനും കേട്ടോ വലിക്കിന്. അങ്ങനെ വലിച്ച് 2 ബക്കറ്റായിട്ടുണ്ട് കേട്ടോ. കാണും ചിലതിൽ ഹാഫ് ഉണ്ടാവുള്ളൂ, ചില കുരുമുളക് തണ്ടിൽ നിറയെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഉണക്കണം കേട്ടോ ഗൈസ്. നമുക്കിത് ഉണക്കിയെടുക്കാം. ഇത് ബ്ലാക്ക് കളറുള്ള സാധാ കുരുമുളകിൻ്റെ കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ ഉണക്കുമ്പോൾ ഉണക്കിയിട്ട് 2 ബക്കറ്റാണ് ഇപ്രാവശ്യം കിട്ടി, വളരെ കുറവായിരുന്നു. വെയിലെത്തിട്ട് ഉണക്കിയാൽ മതി, ഒരു 3-4 ദിവസം എടുത്തോളും. പിന്നെ ഉമ്മമാൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫ്രൂട്ടാണ് ഈ സപ്പോട്ട കേട്ടോ. ഇതിൽ നല്ല പാലുണ്ട് കേട്ടോ. ഇലയ്ക്കായാലും ശരി ഫ്രൂട്ടിനായാലും ശരി നല്ല പാലാണ്. കയ്യിലായ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പോവാൻ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ചാനലിൽ കുറച്ച് ഗ്രാഫ്റ്റ് വീഡിയോയും കൂടി ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഗ്രാഫ്റ്റ് വീഡിയോ ഇടുന്നതാണ്. ഗ്രാഫ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറയൂ കേട്ടോ. വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ സപ്പോട്ട മരയിൽ നിറയെ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോട്ട മരയിലൊക്കെ സപ്പോട്ട ഉണ്ട്. അപ്പോൾ ഞാൻ സപ്പോട്ട തിന്നിട്ട് വരാം കേട്ടോ ഗൈസ്. ബൈ.